ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് സിദ്ധാർത്ഥ് അച്ഛനെയും അമ്മയുമായി വീട്ടിലേക്ക് എത്തിയത്. കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥ് വന്നുവെന്ന് ഗൗരിക്ക് മനസ്സിലായി. കാറിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവളുടെ ഹൃദയമിടിപ്പ് ഒന്നുകൂടി ഉച്ചത്തിലായത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ തൻ്റെ അമ്മയെ അവൾ എങ്ങനെ സ്നേഹിച്ചിരുന്നു എന്നതെല്ലാം അവൾ മറന്നു പോയിരുന്നു. ഇപ്പോൾ ഒരു എഗ്രിമെന്റ് കരാറിൽ തനിക്ക് കിട്ടിയ അമ്മയെയും അച്ഛനെയും ഞാൻ എങ്ങനെ സ്നേഹിക്കുമെന്ന് അവൾക്ക് സംശയമായിരുന്നു. അമൻ പറഞ്ഞിടത്തോളം സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്ക് പെൺകുട്ടികളെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ അമ്മയെ പറ്റി ഏകദേശം ഒരു രൂപം അവൾക്ക് കിട്ടിയിരുന്നു. ബാക്കിയെല്ലാം ഇനി അമ്മയും അച്ഛനെയും കണ്ടിട്ടാവാമെന്ന് അവൾ തീരുമാനിച്ചു. സിദ്ധാർത്ഥ് നടക്കുമ്പോഴുള്ള ഷൂവിന്റെ ശബ്ദം അവളുടെ മുറിയെ ലക്ഷ്യമാക്കി വരുന്നത് അവൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ വാതിലിന്റെ ഡോർ തുറക്കപ്പെട്ടു. അത് സിദ്ധാർത്ഥ് ആയിരുന്നു. ഗൗരി, നീ ഓക്കെ അല്ലേ? സിദ്ധാർത്ഥ് റൂമിനകത്തേക്ക് തലയിട്ടുകൊണ്ട് ചോദിച്ചു. പരുക്കനായ സിദ്ധാർത്ഥിന്റെ മയത്തിൽ സംസാരിക്കുന്നത് കേട്ട് അവൾക്ക് അതിശയം തോന്നി. അതെ സിദ്ധാർത്ഥ്, ഞാൻ ഓക്കെയാണ്, അവൾ മറുപടി പറഞ്ഞെത്തും. സിദ്ധാർത്ഥ് റൂമിനകത്തേക്ക് കയറി അകത്തു നിന്നും ലോക്ക് ചെയ്തു. കാര്യമായി എന്തോ സിദ്ധാർത്ഥ് പറയാൻ വരികയാണെന്ന് ഗൗരിക്ക് മനസ്സിലായി. ഗൗരി, നോക്ക്, നിനക്കെന്റെ അമ്മയും അച്ഛനെയും പറ്റി ഒന്നും അറിയില്ല. അവർക്ക് പെൺകുട്ടികളെ അത്രമേൽ ഇഷ്ടമാണ്. ഒരു പെൺകുട്ടിക്ക് വേണ്ടി കാത്തിരുന്ന് അവർക്ക് മുന്നിലേക്കാണ് നിന്നെ ഞാൻ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഒരു നോട്ടും കൊണ്ട് പോലും അവരെ വിഷമിപ്പിക്കരുത്. സിദ്ധാർത്ഥ് ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ്, നിങ്ങൾ ആ കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. എനിക്ക് സ്നേഹം തോന്നിയാൽ ഞാൻ സ്നേഹിച്ചിരിക്കും. ശരി, അമ്മ നിന്നെ കാണാൻ തിടുക്കം കൂട്ടുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നോട് സംസാരിച്ചിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അവളെ തലയാട്ടി സമ്മതമെന്ന് മൂളി. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സിദ്ധാർത്ഥ് അമ്മയും അച്ഛനെയും കൂട്ടി തിരികെ വരുന്നത് വരെ ഗൗരിയുടെ ഉള്ളിൽ വല്ലാത്തൊരാവലാതിയായിരുന്നു. അല്പനേരത്തിനുള്ളിൽ അവളുടെ റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടു. മനസ്സറിഞ്ഞൊരു ചിരിയോടെ സിദ്ധാർത്ഥിന്റെ അമ്മ അകത്തേക്ക് നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. എന്റെ ഈശ്വര, എന്തൊരു ഭംഗിയാണ് എന്റെ മോളെ കാണാൻ. അവളെ കണ്ടതും അവളുടെ കവിളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് അമ്മ പറഞ്ഞു. അകത്തേക്ക് കയറിയ തന്റെ ഭാര്യയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് സിദ്ധാർത്ഥും അച്ഛനും പരസ്പരം മുഖാമുഖം നോക്കി. അമ്മ കയറി അല്പം കഴിഞ്ഞാണ് അച്ഛനും സിദ്ധാർത്ഥും അകത്തേക്ക് കയറിയത്. സത്യത്തിൽ അച്ഛൻ വർമ്മ വരെ ഞെട്ടിപ്പോയി അവളെ കണ്ടപ്പോൾ. ഇത്രയും ഭംഗിയുള്ള ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു തന്റെ മകൻ സ്നേഹിച്ചത് എന്നോർത്ത്. വർമ്മ പതിയെ സിദ്ധാർത്ഥിന്റെ ചെവിയോട് ചേർന്ന് നിന്ന് ചോദിച്ചു. മോനെ, ഇവൾക്ക് എത്ര വയസ്സുണ്ട്? സിദ്ധാർത്ഥ് കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ഞെട്ടലോടെ ഗൗരിയെ നോക്കി. ഗൗരി പതിയെ ആരും കാണാതെ കൈകൾ കൊണ്ട് 2, 1 എന്ന് കാണിച്ചു. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് ഞെട്ടലാണ് തോന്നിയത്. 21 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണോ തന്റെ ഭാര്യ? സിദ്ധാർത്ഥ് താഴ്ന്ന സ്വരത്തിൽ അച്ഛനോടായി പറഞ്ഞു. അവൾക്ക് 21 അച്ഛൻ അത് കേട്ട് ഒന്ന് ചിരിച്ചു. പ്രായം കൊണ്ട് നിങ്ങൾ ചേരും, പക്ഷേ ശരീരം കൊണ്ട് മോനെ അവൾ ഒരുപാട് ചെറുതാണല്ലോ. സത്യത്തിൽ സിദ്ധാർത്ഥ് ഒരു 6 അടി ഉയരമുള്ള വലിയൊരു മനുഷ്യനായിരുന്നു. ഗൗരി ആവട്ടെ അവന്റെ നെഞ്ചിനോളം മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ പെൺകുട്ടിയും. മോളെ, നിനക്ക് എന്താ പറ്റിയത്? സിദ്ധു പറഞ്ഞല്ലോ നിനക്ക് സുഖമില്ലാതെ കിടക്കുകയാണെന്ന്. ഗൗരിയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് സിദ്ധാർത്ഥിന്റെ അമ്മ ചോദിച്ചു. അതൊന്നുമില്ല ആന്റി, ചെറിയൊരു ശരീരവേദന പോലെ. അയ്യോ ആന്റി എന്നോ? എന്താ മോളെ ഇത്? ആന്റി എന്നൊന്നും വിളിക്കില്ലേ അമ്മേ. എൻ്റെ സിദ്ധിന്റെ ഭാര്യയല്ലേ നീ? എന്നെ അമ്മ എന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വേണ്ട, നീ എൻ്റെ മകളാണ്. അത് കഴിഞ്ഞാണ് അവൻ്റെ ഭാര്യ. അവളെ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് ആ അമ്മ കുശുമ്പ് കുത്തി പറഞ്ഞു. അപ്പോഴേക്കും സിദ്ധാർത്ഥും വർമ്മയും അടുത്തുള്ള കസേരയിൽ ഇരുന്നിരുന്നു. മോളെ, നീ ഇപ്പൊ ഓക്കെ അല്ലേ? വർമ്മ അവളോടായി ചോദിച്ചു. അതെ അങ്കിൾ, അവൾ ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു. നോക്ക് അനന്യ മോളെ, ഇവൻ മോളെ കാണിച്ചു തരാതെ ഇത്രയും കാലം ഞങ്ങളെ പറ്റിക്കായിരുന്നു. ഓ, ഇപ്പോഴാ മനസ്സിലായത് അവൻ മോളെ കാണിച്ചു തരാത്തത് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണെന്ന്. സിദ്ധാർത്ഥും ഗൗരിയും ഒരു ഞെട്ടലോടെ പരസ്പരം നോക്കി. കാരണം അമ്മ അവളെ വിളിച്ചത് അനന്യ എന്നാണ്. സിദ്ധാർത്ഥ പെട്ടെന്ന് അമ്മയോട് പറഞ്ഞു. അമ്മ, അനന്യല്ല, ഗൗരി. ഗൗരിയോ? ഗൗരി എന്ന വാക്കിന് ഊന്നൽ കൊടുത്തുകൊണ്ട്
ഒരു ഞെട്ടലോടെ അമ്മ ചോദിച്ചു. അതെ അമ്മ, ഗൗരി. പക്ഷെ നീ അനന്യെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത്? സിദ്ധാർത്ഥ് പരിങ്ങുന്നത് കണ്ട് ഗൗരി വല്ലാതെയായി. ആൻറ്റി അല്ല അമ്മേ, എനിക്ക് 2 പേരായിരുന്നു, ഗൗരി അനന്യ എന്ന്. അവൾ തപ്പിത്തടയുന്നത് കണ്ട് സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കി. മാച്ചില്ലാത്ത പേരാണല്ലോ, അനന്യ ഗൗരി, ഗൗരി അനന്യ. ആ അമ്മേ, അത് ഞാൻ ഗസറ്റിൽ കൊടുത്ത് മാറ്റി. ഇപ്പം ഗൗരി എന്ന് മാത്രമേ ഉള്ളൂ. അത് നന്നായി. എനിക്ക് പണ്ടേ അനന്യ എന്ന പേര് ഇഷ്ടമല്ല. പേരിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായതോടെ സിദ്ധാർത്ഥ ഒരു ദീർഘനിശ്വാസം വലിച്ചു വിട്ടു. എന്നാൽ അച്ഛനും മോനും അങ്ങ് പുറത്തേക്ക് ചെല്ല. ഞാനും എൻ്റെ മകളും കൂടി കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കട്ടെ. എൻ്റെ മിസ്സസ് വർമ്മ, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ്. ഇന്ന് അവൾ റെസ്റ്റ് എടുക്കട്ടെ. സിദ്ധാർത്ഥ അമ്മയെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യടാ, നീ അങ്ങ് പോയി. മോൾക്ക് സുഖത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ അമ്മയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു. കണ്ടില്ലേ, എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളൊക്കെ പുറത്തേക്ക് ചെല്ലേ. എന്നാ വാ സിദ്ധു, നമുക്കൊന്ന് പുറത്തേക്കിരിക്കാം. അമ്മയും മകളും കത്തി വയ്ക്കട്ടെ. അത് കേട്ട് ഭാര്യ വർമ്മയെ നോക്കി. ഭാര്യയുടെ നോട്ടത്തിലെ നിഷ്കളങ്കത കണ്ട വർമ്മ പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നമണി, ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്കറിയില്ല എൻ്റെ ചക്കര കൊടുത്തേ. വർമ്മയുടെ ഭാര്യ അമ്മയോടുള്ള വാത്സല്യം കണ്ട് ഗൗരിക്ക് അതിശയം തോന്നി. എന്നാൽ അച്ഛൻ്റെ കൊഞ്ചിയുള്ള വർത്തമാനം കേട്ട് സിദ്ധാർത്ഥിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഗൗരി കണ്ടില്ല. സത്യത്തിൽ അച്ഛനും അമ്മയും ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന പുതുമോടികളാണെന്നാണ് സിദ്ധാർത്ഥ് എപ്പോഴും കരുതാറ്. ചെറുപ്പം മുതലേ അവരുടെ സ്നേഹം കണ്ട് വളർന്ന സിദ്ധാർത്ഥിന് ഇടയ്ക്കുള്ള അനന്യയുടെ സ്വഭാവം കാണുമ്പോൾ അവളോട് വെറുപ്പ് മാത്രമാണ് തോന്നിയിരുന്നത്. സത്യത്തിൽ അവരുടെ സംസാരം ഗൗരിക്കൊരു അതിശയമുള്ള കാഴ്ചയായിരുന്നു. സിദ്ധാർത്ഥിന്റെ അമ്മയുടെ പേര് ആശ എന്നാണ്. പക്ഷേ ഭർത്താവ് അമ്മിണി എന്ന് വിളിക്കുന്നതാണ് ഭാര്യയ്ക്ക് ഇഷ്ടം. അവരുടെ സ്നേഹത്തിന്റെ പേരാണ് അമ്മിണി എന്നുള്ളത്. എന്നാ അച്ഛനും മോനും പോവും, ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കട്ടെ അല്ലേ മോളെ? അമ്മ പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു. പുറത്തേക്ക് ഇറങ്ങിയ വർമ്മയും സിദ്ധാർത്ഥും താഴെ ഹാളിലേക്കാണ് പോയത്. സിദ്ധു വർമ്മയോട് ചോദിച്ചു. അച്ഛാ, എങ്ങനെയുണ്ട് ഗൗരി? എൻ്റെ മകൻ ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല വിനയമുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. നല്ല മുഖശ്രീത്വമുണ്ട്. പിന്നെ അമ്മയുടെ കാര്യം നിനക്ക് അറിയാലോ, പെൺകുട്ടികളെ എവിടെ കണ്ടാലും കമന്നടിച്ച് വീഴും. എന്തായാലും നന്നായേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ നീ കണ്ടെത്തിയതിൽ. പിന്നെ ഭംഗി മാത്രമല്ല കാര്യം, സ്വഭാവം കൂടി നന്നായാൽ ജീവിതം മുഴുവൻ അടിപൊളിയാവും. അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം പോലെ അല്ലേ അച്ഛ? ഒരു ചിരിയോടെ സിദ്ധാർത്ഥ ചോദിച്ചു. അതെ. നിന്റെ അമ്മയെ വിവാഹം കഴിച്ചപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അത് പകുതി വരെ ജീവിക്കുകയുള്ളൂ, ജീവിച്ചാലും മധുരമുള്ള പ്രണയം നഷ്ടമാവുമെന്നൊക്കെ ഒരു 100 പേരുടെ സംസാരമായിരുന്നു. സത്യത്തിൽ ഇപ്പോഴും ഞങ്ങളെ പ്രണയിക്കുക തന്നെയാണ്. അവളെ ഞാൻ ഇപ്പോഴും കാണുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. അവളുടെ എല്ലാ വാശികളും നിറവേറ്റി കൊടുക്കുന്നത് ഇടയ്ക്കൊരു അച്ഛനായി മാറുന്നു ഞാൻ. മോനെ സിദ്ധാർത്ഥേ, നീ അങ്ങനെ തന്നെ ആവണം. സിദ്ധാർത്ഥ അത് കേട്ടൊന്ന് മൂളി. അവർ സംസാരിക്കുന്നതിനിടയ്ക്കാണ് മുകളിൽ നിന്നും ആശയുടെ ശബ്ദം കേട്ടത്. ആശ ഗൗരിയെ താങ്ങിക്കൊണ്ട് സ്റ്റെയർ കേസ് ഇറങ്ങുന്നതായിരുന്നു അത്. എൻ്റെ അമ്മയെ നിങ്ങൾ എന്തേ ചെയ്യുന്നേ? ആ കാഴ്ച കണ്ട് സിദ്ധാർത്ഥ അമ്മയോട് ദേഷ്യത്തിൽ ചോദിച്ചു. മോനെ സിദ്ധു, എത്രയെന്ന് വെച്ചാൽ അവള് റൂമിൽ തന്നെ ഇരിക്കുന്നത്? വയ്യാതിരിക്കുമ്പോൾ നമ്മൾ റൂമില് ചടഞ്ഞിരുന്നാലേ ബോറടിക്കും. അവൾക്കും അതുപോലെ ബോറടിക്കുന്നുണ്ടാവില്ലേ? ഭാര്യയുടെ ഈ പ്രവർത്തനം കണ്ട് ഭർത്താവിന് ചിരിയാണോ വന്നത്? മിസ്റ്റർ വർമ്മയും ഭാര്യ മിസ്സസ് വർമ്മയും കൂടി പോകുന്നതിന് മുൻപേ എൻ്റെ ഭാര്യയെ പകുതിയാക്കൂ. എൻ്റെ സിദ്ധു, അമ്മ ഒരു കൂശുമ്പോടെ വിളിച്ചു. നിനക്ക് ഞാൻ അങ്ങോട്ട് വരാം. ആ അമ്മയ്ക്ക് അവളെ താങ്ങി പിടിച്ച് വരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് മുകളിലേക്ക് കയറി. ആ അമ്മയുടെ കയ്യിൽ നിന്നും അവളെ പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ അമ്മയെ നോക്കി പറഞ്ഞു. അമ്മ താഴേക്ക് നടക്ക്, ഞാൻ ഇവളുമായി വരാം. മോനെ സിദ്ധു, സൂക്ഷിച്ചു പിടിക്കണം കേട്ടോ. സിദ്ധാർത്ഥ അമ്മയെ രൂക്ഷമായി ഒന്ന് നോക്കി. ഗൗരി താങ്ങി പിടിച്ച സിദ്ധാർത്ഥിനോട് ഗൗരി പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല സിദ്ധാർത്ഥ്, എനിക്ക് നടക്കാനൊക്കെ പറ്റും. ഈ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ വിടണ്ടേ? അയ്യോ മോനെ, അവൾ അങ്ങനെയൊക്കെ പറയും, നീ വിട്ടുകളയല്ലേ. അമ്മയുടെ അവളോടുള്ള കെയറിങ് കണ്ട് സിദ്ധാർത്ഥിന് ചെറിയൊരു അസൂയ തോന്നി. ഞാനിവിടെ പനിച്ചു കിടക്കുമ്പോഴൊന്നും എന്നെ ശുശ്രൂഷിക്കാൻ ആരും ഇതുവരെ വന്നിട്ടില്ല. അത് നീ ആൺകുട്ടിയല്ലേ, അപ്പൊ ഇതെന്റെ ഭാര്യയല്ലേ, അതും മരുമകൾ. മരുമകളോട് എന്തിനാ ഇത്ര വലിയ സ്നേഹവും കരുതലും? സിദ്ധു, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. ഞാൻ പറഞ്ഞതാണ് അവൾ എനിക്ക് മരുമകളല്ല, എന്റെ സ്വന്തം മകളാണെന്ന്. ഭാര്യയുടെ വിഷമത്തിലുള്ള മുഖം കണ്ട് വർമ്മ അവളെ തലോടി. അയ്യ അമ്മണി, നീ എപ്പോഴേക്കും വിഷമത്തിലായോ? നമ്മുടെ മകൻ ചെറിയ പയ്യനൊന്നുമല്ല. അവൻ അവന്റെ ഭാര്യയെ നോക്കാൻ നല്ലതുപോലെ അറിയാം. അതിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും അങ്ങനെയല്ല, അവൾക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ. അപ്പൊ അവന്റെ കയ്യിൽ നിന്നും അവൾക്ക് എന്തെങ്കിലും വേദന സംഭവിച്ചാൽ ഈ വയ്യാതിരിക്കുന്ന സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടാവും. അത് കേട്ട സിദ്ധാർത്ഥും ഗൗരിയും പരസ്പരം നോക്കി. ഈ പരുക്ക് പറ്റിയത് തന്നെ തന്റെ മകൻ കാരണമാണെന്ന് അറിഞ്ഞാൽ അമ്മ നെഞ്ചുപൊട്ടി മരിച്ചു പോവും.
തനിക്ക് മുന്നിൽ കർക്കശക്കാരനായ സിദ്ധാർത്ഥാണോ ഈ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നതെന്ന് കണ്ടപ്പോൾ സത്യത്തിൽ ഗൗരി ഞെട്ടിപ്പോയി. സത്യത്തിൽ അവന്റെ മുഖത്തെ ആ സന്തോഷം അവന്റെ ശരീരത്തെ ഒന്ന് കൂടി ഭംഗി കൂട്ടുന്നതായി ഗൗരിക്ക് തോന്നി. അവളുടെ കണ്ണുകൾ അവനെ ഇമ വെട്ടാതെ നോക്കി നിന്നുപോയി. പെട്ടെന്ന് സിദ്ധാർത്ഥ എന്തിനോ ഗൗരിക്ക് നേരെ തിരിഞ്ഞതും അവളുടെ നോട്ടം അവനെ തന്നെയാണെന്ന് കണ്ടതും അവനൊരു പുരികം പുരുക്കി ഉയർത്തി എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന ഭാവത്തിൽ നോക്കി. ഏതോ സ്വപ്നലോകത്ത് എന്നതുപോലെ അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ എന്തോ ഒരു മാസ്മരികത ഉള്ളതായി സിദ്ധാർത്ഥന് തോന്നി. വീണ്ടും സംശയത്തിൽ തന്നെ അവളെ നോക്കി നിന്ന് അവന് നേരെ അവളൊരു ഉമ്മ കൊടുത്തു. സത്യത്തിൽ അവൾ ചെയ്യുന്ന കോപ്രായങ്ങളൊന്നും തന്നെ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ അവളെ തുറച്ചു നോക്കിയതും അവൾ ഞെട്ടിത്തെറിച്ചുകൊണ്ട് അവന്റെ മുഖത്തു നിന്നും കണ്ണെടുത്തുകൊണ്ട് ഭയത്തോടെ ഇരുന്നു. എന്റെ ഗൗരി, നിനക്കെന്താ വട്ടായോ? നീ എന്താ ചെയ്തതെന്ന് വല്ല ഓർമ്മയുണ്ടോ? നീ തീർന്നു. അവള് ഭയത്തിൽ അവളോട് തന്നെ പിറുപിറുത്തു. അവളുടെ ആ ചുംബനം സിദ്ധാർത്ഥിനെ ഒന്ന് ചിരിപ്പിച്ചുവെങ്കിലും അവളത് കാണും മുന്നേ ഭയത്തോടെ തല തിരിച്ചിരുന്നു. അവളെന്തോ സ്വപ്നലോകത്താണെന്ന് സിദ്ധാർത്ഥിന് നേരത്തെ മനസ്സിലായിരുന്നു. പക്ഷെ കിസ് അവൻ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. പെട്ടെന്ന് സെർവന്റ് വന്ന് ഫുഡ് റെഡിയാണെന്ന് പറഞ്ഞതും എല്ലാവരും അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങി. സിദ്ധാർത്ഥം ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. മോനെ സിദ്ധു, നീ എന്താ ഇങ്ങനെ? അമ്മയുടെ ചോദ്യം കേട്ട സിദ്ധാർത്ഥ സംശയത്തിൽ നോക്കി. എന്താ അമ്മേ? മോനെ സിദ്ധു, നീ കണ്ടില്ലേ? പാവന്റെ കുഞ്ഞു വയ്യാതിരിക്കല്ലേ? അവളെ കൂടി കൊണ്ടുവരേണ്ടത് എന്റെ മോന്റെ കടമയല്ലേ? അമ്മ വാത്സല്യത്തോടെ പറഞ്ഞു. ആ അമ്മേ, ഞാനത് മറന്നു എന്ന് മാത്രം പറയരുത്. സിദ്ധു, നിന്റെ ഭാര്യയെ നീ എന്നും ചേർത്ത് പിടിക്കണം കേട്ടോ. അതേടാ മോനെ, ദേ അച്ഛൻ അമ്മയെ ചേർത്ത് പിടിക്കുന്നത് പോലെ. അതും പറഞ്ഞ് വർമ്മ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു. ഇത് കണ്ടതും ഗൗരിക്ക് നാണം വന്നു. സിദ്ധാർത്ഥ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട അവളൊന്ന് ഭയന്നു. എൻ്റെ ഈശ്വര, ഞാൻ ചെയ്ത കാര്യം ഇങ്ങനെ മറന്നു പോണു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ നോക്കി എങ്ങനെ നിനക്ക് കിസ്സടിക്കാൻ തോന്നി? കാലന്റെ കയ്യിലാണല്ലോ ഈശ്വര, കത്തി കൊടുക്കാൻ തോന്നി. അവള് പിറുപിറുത്തു. അവളുടെ മുഖത്തെ ഭയം കണ്ട സിദ്ധാർത്ഥന് കാര്യം പിടികിട്ടി. സിദ്ധാർത്ഥ അവളെ എഴുന്നേൽപ്പിക്കാൻ നോക്കും മുന്നേ അവൾ ചാടി എഴുന്നേറ്റു. ഞാൻ ഓക്കെയാണ്, നിങ്ങൾ പൊയ്ക്കോ, അവൾ പെട്ടെന്ന് പറഞ്ഞു. സിദ്ധാർത്ഥ കൈ മലർത്തിക്കൊണ്ട് അവളെ നോക്കി. കാര്യമായിട്ട് നീ ഓക്കെ ആയോ? ആയി. എന്നാ വാ. എല്ലാവരും ആഹാരം കഴിക്കാനിരുന്നതും അവിടെയും സംസാരങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. മോളെ ഗൗരി, മോളുടെ ഫാമിലിയൊക്കെ? ആഹാരം കഴിക്കുന്നതിനിടെ വർമ്മ ചോദിച്ചു. സിദ്ധാർത്ഥം ആ ഉത്തരം കേൾക്കാൻ കാത്തിരുന്ന സത്യത്തിൽ അവളെപ്പറ്റി അവനൊന്നും അറിയില്ലായിരുന്നു. ആ ചോദ്യം കേട്ടതും അറിയാതെയാണല്ലോ അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. വായിലേക്ക് വയ്ക്കാനായി ഒരുങ്ങിയ ആഹാരം അവളുടെ കയ്യിൽ നിന്നും പതിയെ വഴുതി പാത്രത്തിലേക്ക് തന്നെ വീണു. അമ്മയും അത് ശ്രദ്ധിച്ചു. അവളുടെ കണ്ണുകൾ കണ്ടതും അമ്മയ്ക്ക് ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നി. പെട്ടെന്ന് തന്നെ അമ്മ എഴുന്നേറ്റ് കൈ കഴുകി അവളുടെ ഇരു കവിളിലും പിടിച്ചുകൊണ്ട് തല ഉയർത്തി. അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നത് കണ്ട് അമ്മ അവളെ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വേണ്ട, എൻ്റെ മോളോട് ആരും ഒന്നും ചോദിക്കണ്ട. എൻ്റെ മോള് പാവം, വേണ്ട, ആരും ഒന്നും ചോദിക്കല്ലേ. അവളുടെ സങ്കടത്തിന്റെ കാരണം അറിയില്ലെങ്കിലും അമ്മയ്ക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് വല്ലാതെ വിഷമം തോന്നി. പെട്ടെന്ന് ഗൗരി അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവളുടെ ഏങ്ങലടിക്കുന്ന കരച്ചിൽ കേട്ട് വർമ്മയും സിദ്ധാർത്ഥും പരസ്പരം നോക്കി. എൻ്റെ ദൈവമേ, ഇവൾക്ക് ഇത്രയും സങ്കടമുള്ള എന്താണ് അവളുടെ ലൈഫിലുള്ളത്? സിദ്ധാർത്ഥ് ഒരു നിമിഷം ചിന്തിച്ചു പോയി. അച്ഛനും വിഷമത്തിന്റെ കൊടുമുടിയിൽ തന്നെയായിരുന്നു. കാരണം അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞാൽ അച്ഛനെ സഹിക്കുമായിരുന്നില്ല. അമ്മയെ വിട്ടുമാറി ഗൗരി സ്റ്റെപ്പുകൾ കയറി അവളുടെ റൂമിലേക്ക് നടന്നു. സിദ്ധാർത്ഥിന്റെ അമ്മ സങ്കടത്തോടെ നോക്കുന്നത് കണ്ട് വർമ്മ അവരെ ചേർത്ത് പിടിച്ചു. ഞാൻ അറിയാതെ ചോദിച്ചതാണ്, ഞാൻ മോളോട് ക്ഷമ പറയാം. വർമ്മ ഭാര്യയുടെ വിഷമം സഹിക്കാനാവാതെ പറഞ്ഞു. മോനെ സിദ്ധു, ചെല്ല്, അവളെ ഒന്ന് സമാധാനിപ്പിക്കുക. അതേ മോനെ, നീ ചെന്ന് ഗൗരിയെ സമാധാനിപ്പിക്കും മോനെ, എന്നിട്ട് അവളെ കൂടി കൊണ്ട് ആഹാരം കഴിപ്പിക്കുക, വർമ്മ പറഞ്ഞു. സിദ്ധുവിന്റെ അമ്മ ആശ അവളുടെ കണ്ണുകൾ നിറഞ്ഞതിൽ നന്നായി വിഷമിച്ചിരുന്നു. സിദ്ധാർത്ഥ് അവളുടെ റൂമിലേക്ക് ചെന്നു. ബെഡിൽ കമിഴ്ന്ന് കിടന്ന് പൊട്ടിക്കരയുന്ന അവളെ അല്പനേരം നോക്കിയ ശേഷം സിദ്ധാർത്ഥ അമ്മനൊരു മെയിൽ അയച്ചു. സത്യത്തിൽ അത് ഗൗരിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള മെയിലായിരുന്നു. അതയച്ച് സിദ്ധാർത്ഥ തിരിഞ്ഞ് ഗൗരി ഒന്ന് നോക്കി. അവളുടെ നീളത്തിലുള്ള മുടികൾ അവളുടെ പുറം മുഴുവൻ മറച്ചിരുന്നു. സിദ്ധാർത്ഥന് അത്രയും വലിയ നീളം കൂടിയ മുടി ഒരുപാട് ഇഷ്ടമാണ്. അനന്യ അവിടെ ഷോർട്ട് മുടി വെട്ടി നടക്കും. അതോർത്തപ്പോൾ അവന്റെ കണ്ണുകൾ അവളുടെ പുറം മുഴുവൻ മറച്ചു നീളത്തിൽ അരവരെ ഇറക്കത്തിൽ കിടക്കുന്ന അവളുടെ മുടിയെ തന്നെ നോക്കിയിരുന്നു. താൻ എന്തിനാണ് വന്നതെന്ന് പോലും സിദ്ധാർത്ഥ മറന്നു പോയിരുന്നു. ഇതേ സമയം ആതിരയുടെ വീട്ടിൽ പ്രഭാകറിന് ഒരു ഫോൺ കോൾ വരുന്നു. വിക്രമായിരുന്നു അത്. ആതിര ഗ്രൂപ്പ് ഓഫ് കമ്പനി വൻ നഷ്ടത്തിലേക്ക് പോവുകയാണെന്ന് മിസ്റ്റർ പ്രഭാകർ മറന്നു എന്ന് തോന്നുന്നു. ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ വിക്രം പറഞ്ഞു. എന്ത് ചെയ്യാനാ വിക്രം, എല്ലാം അടിവേരോടെ കടമെഴുതി വീഴുമെന്ന് തോന്നുന്നു. ആരും ഫണ്ട് തരുന്നില്ല. ഇനി പ്രതീക്ഷ നിങ്ങൾ മാത്രമാണ് വിക്രം. ഞാൻ പറഞ്ഞില്ലേ പ്രഭാകർ സർ, നിങ്ങളുടെ ആ അനന്തരവകളെ എനിക്ക് തന്നാൽ എത്ര വേണേലും ഈ വിക്രം സഹായിക്കും. വിക്രം ഇപ്പോൾ കുറച്ച് ദിവസമായി ഗൗരി താമസിക്കുന്നതിനടുത്ത് വന്നിട്ടില്ല, ഹോസ്പിറ്റലിലും ഇല്ല. വിക്രം അത് കേട്ടൊന്ന് ഞെട്ടി. എന്ത്, പിന്നെ അവൾ എങ്ങോട്ട് പോയി?
അറിയില്ല വിക്രം, 2 ദിവസമായി ഞങ്ങളുടെ ആളുകൾ അവളെ തിരക്കുന്നുണ്ട്, കാണാനില്ല. നിങ്ങളും നിങ്ങളുടെ കമ്പനി പിച്ചെടുക്കും, അത്ര തന്നെ. ഗൗരി എനിക്ക് കിട്ടാതെ ഞാൻ ഒരു ഫണ്ടും നിങ്ങൾക്ക് അനുവദിക്കില്ല. നിങ്ങളുടെ മകൾ എനിക്ക് അവളെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു പാതി വെച്ച് പോയി. അന്ന് നിങ്ങൾക്ക് നഷ്ടമായത് തിരിച്ചു പിടിക്കണമെങ്കിൽ അവളെ കണ്ടെത്തിയേ പറ്റൂ. 2 ആഴ്ച ടൈം ഞാൻ തരും. അച്ഛനെ ആരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് മനസ്സിലായ ആതിര കോൾ കട്ടാവും വരെ അവിടെ നിന്നു. അപ്പോഴേക്കും ശില്പയും എത്തി. പ്രഭാകർ വിയർപ്പിൽ നിന്ന് കണ്ട ആതിര അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ അച്ഛാ, എന്താ? ആരാ വിളിച്ചേ? മോളെ, അത് പിന്നെ ഒന്ന് പറ മനുഷ്യ. നമ്മുടെയൊക്കെ ദൈവം. അതാര്? വിക്രം. അല്ലാതാര്? എന്ത് പറഞ്ഞു? ആതിര ചോദിച്ചു. 2 ആഴ്ച സമയമുണ്ട് ഗൗരി അവനെ കണ്ടെത്തി നൽകാൻ. അതിനെന്താ പ്രശ്നം? എവിടെയാണെങ്കിലും കണ്ടെത്തി അവൻ്റെ കാൽ കീഴിലിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കമ്പനി ഉയർത്തിയെടുക്കണം. മോളെ, നീ എങ്ങനെ എനിക്ക് തന്നെ ജനിച്ച്? പ്രഭാകർ മകളെ നോക്കി ചോദിച്ചു. അമ്മ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പം അതൊരു വിധം ശരിയാണെന്ന് തോന്നുന്നു. എന്താ മോളെ? ഗൗരി ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നത് അച്ഛനാണോ എന്ന്? ദേ, അനാവശ്യം പറയരുത്. മകളാണെന്നൊന്നും ഞാൻ നോക്കില്ല. ആ കൊച്ചിൻ്റെ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തിട്ട് മതിയാവാതെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ദേ മനുഷ്യ, ഓറഞ്ഞു തുള്ളല്ലേ. നിങ്ങളാണ് ഇങ്ങനെ ഒരു കാര്യം ആദ്യം ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ എല്ലാം കൈക്കലാക്കിയ ശേഷം പ്രസംഗിക്കുന്നു. കൈക്കലാക്കി എല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണെന്ന്. ഒരു കമ്പനി നമുക്ക് ഫണ്ട് തരില്ല. തരാമെന്ന് പറഞ്ഞ വിക്രം ഗൗരിയെ നൽകാതെ തരികയുമില്ല. എൻ്റെ മനുഷ്യ, നിങ്ങൾ പോയി ആ എരണം കെട്ടവൾ എവിടെയാണെങ്കിലും കണ്ടെത്തി വാ. ദേ നോക്ക്, ആ കമ്പനി നമ്മുടെ കൈക്കലായിട്ട് ഏതാനും മാസങ്ങൾ മാത്രമാണ് ആവുന്നത്. അത് അനുഭവിച്ച് തീരാമെന്നും കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ല. മരിച്ചവർ മരിച്ചു. ഇനി നമുക്ക് ഗൗരിയെ കൊണ്ട് മാത്രം നമ്മുടെ കമ്പനി തിരിച്ചു പിടിക്കാൻ പറ്റൂ. അതിനുവേണ്ടി അവളെ ആർക്ക് വിറ്റാലും വേണ്ടിവരാം. നമ്മുടെ കമ്പനി കരകയറണം. പ്രഭാകർ ദീർഘശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് സോഫയിലേക്ക് ചാരിയിരുന്നു. അവളിപ്പോൾ 2 ദിവസമായി ഹോസ്പിറ്റലൊന്നും വന്നിട്ടില്ല. പിന്നെ അറിയാൻ പറ്റിയ വിവരം അവളെ ഏതോ ഒരു കാർ ഇടിച്ചു എന്നാണ്. എൻ്റെ ഈശ്വര, എരണം കെട്ടവളെ കാർ ഇടിച്ചോ? ഒന്നും പറ്റിയിട്ടില്ലെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതിനുശേഷമാണ് അവളെ കാണാതായത്. പ്രഭാകർ പറഞ്ഞു. ദേ മനുഷ്യൻ, 2 ആഴ്ച മാത്രമാണ് വിക്രം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിനുള്ളിൽ പെണ്ണിനെ കണ്ടെത്തി അയാൾക്ക് കൊടുക്കാൻ നോക്ക്. ഞാൻ അന്വേഷിക്കുന്നുണ്ട് ശില്പ, നീ ഒന്ന് അടങ്ങ്. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി കൃത്യമായി 1 വിട്ട ദിവസങ്ങളിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടി.